UDF തരംഗത്തിനിടയിലും കൂത്തുപറമ്പിൽ ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ നേരിയ വോട്ടിന് പരാജയപ്പെട്ടത് മുസ്ലിം ലീഗിലെ ഗ്രൂപ്പിസത്തിന്റെ ഫലമെന്ന് റിപ്പോർട്ട്. ഇതിനെതിരെ മുസ്ലിം ലീഗിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ഇന്നലെ രാത്രി പാനൂരിൽ സംസ്ഥാനത്താകെയുള്ള UDF ജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത് നേതൃത്വത്തിനെതിരെയാണ്. കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഷാഹുൽ ഹമീദിനെതിരായിരുന്നു പ്രധാനമായും പ്രവർത്തകരുടെ രോഷപ്രകടനം. ഷാഹുൽ ഹമീദും കുടുംബവും ജയന്തി രാജനെതിരെ പരസ്യമായി തന്നെ പ്രവർത്തിച്ചുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഷാഹുൽ ഹമീദിൻ്റെയും പ്രസിഡന്റ് PP അബ്ദുൾ സലാമിൻ്റെയും തട്ടകമായ പാനൂരിൽ ജയന്തി രാജന് ലഭിച്ച വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. 1000 വോട്ടാണ് കുറഞ്ഞത്. ജയന്തി രാജൻ തോൽക്കുന്നത് 930 വോട്ടുകൾക്കാണ്. കരിയാടും കുന്നോത്തുപറമ്പും പെരിങ്ങളവുമൊക്കെ പിടിച്ചു നിന്നപ്പോൾ പാനൂരിൽ വോട്ട് കുറഞ്ഞത് ഗ്രൂപ്പിസത്തിൻ്റെ പരിണിത ഫലമാണെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ പ്രസിഡന്റ് പൊട്ടക്കണ്ടി അബ്ദുള്ളയുടെ മരുമകനാണ് ഇപ്പോഴത്തെ ലീഗ് പ്രസിഡന്റ് അബ്ദുൾ സലാം. തോറ്റത് ജയന്തി രാജനല്ല, കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗ് പാർട്ടിയാണെന്ന് പ്രവർത്തകർ പറയുന്നു. ഈ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലത്തെ പ്രകടനം. ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ഇനിയും എത്ര തവണ പാർട്ടി തോൽക്കണമെന്ന് ഇവർ ചോദിക്കുന്നു. ഇടത് കോട്ടകൊത്തളങ്ങളായ പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെ നിലംപൊത്തിയിട്ടും അത്രയ്ക്ക് ഇളകാത്ത കോട്ടയാണോ കൂത്തുപറമ്പെന്നും ചോദ്യമുയരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് അന്ന് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ഹമീദിൻ്റെ ഭാര്യയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ റാന്തൽ കത്തിച്ചു വെച്ചത് സൂചനയായിരുന്നുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇക്കാക്ക ജയിക്കാത്തിടത്ത് ജയന്തി രാജൻ ജയിക്കണ്ടെന്ന വാട്സപ്പ് പ്രചരണവും പാർട്ടി ഗ്രൂപ്പുകളിൽ കണ്ടവരും കേട്ടവരുമാണ് നമ്മളെന്നും പ്രകടനം നടത്തിയവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും മികച്ചൊരു സ്ഥാനാർത്ഥിയെ കൂത്തുപറമ്പിന് കിട്ടിയിട്ടും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തം ചില നേതാക്കൾക്ക് മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പിന്തുണയാണ് തോൽവിവാരം 930 ഒതുങ്ങിയതെന്നും ഇവർ പറയുന്നു. തിരിഞ്ഞു നിന്ന ലീഗ് നേതാക്കൾ പാർട്ടിക്ക് അപമാനമാണെന്നും ജൂദാസിൻ്റെ പണിയെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരെ അപമാനിച്ചും അവഗണിച്ചും പാർട്ടിക്കുണ്ടാക്കിയ പ്രയാസങ്ങളും വേദനയും ചെറുതല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിന് പാനൂർ മേഖലയിൽ ലഭിച്ചത് 2500 വോട്ടിൻ്റെ ലീഡാണ്. എന്നാൽ 885 വോട്ട് മാത്രമേ ജയന്തി രാജന് ലീഡുള്ളൂ. പൊട്ടക്കണ്ടി അബ്ദുള്ളക്ക് കഴിഞ്ഞ തവണ പാനൂർ മേഖലയിൽ കിട്ടിയ ഭൂരിപക്ഷം 1191 വോട്ടാണ്. ജയന്തി രാജന് കിട്ടിയത് 885. ഇതാണ് പ്രവർത്തകരെ അരിശം കൊള്ളിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.